ഓം ശാന്തി. 25/12/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. അന്ന് ബാബ പറഞ്ഞു നിർത്തിയത്, ഒന്ന് സ്വയം സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാരാജാവ് ഉണ്ടാവും, അതോടൊപ്പം ആ രാജാവിൻ്റെ നസ്ദീക് സഹയോഗി ഭി ഹോങ്കെ, വളരെ അടുത്തുള്ള സഹയോഗി ഉണ്ടാകും. അപ്പം നസ്ദീക് സഹയോഗി ഭി ഹോനാ ഹേ തോ ഉസ്കെ ലിയെ ഭി അബ് ക്യാ കർനാ പടേഗ. വളരെ അടുത്ത സഹയോഗി, വിശ്വമഹാരാജൻ്റെ വളരെ അടുത്ത സഹയോഗി ആകണമെങ്കിലും അതിനുവേണ്ടി ഇപ്പോഴെന്ത് ചെയ്യേണ്ടി വരും? जो पूरा देवी परिवार है उन सर्व आत्माओं की किसी न किसी प्रकार से सहयोगी बनना पड़ेगा. അതായത് പൂർണ്ണമായിട്ടുള്ള ദേവി കുടുംബത്തിലെ സർവ്വ ആത്മാക്കൾക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹയോഗം കൊടുക്കേണ്ടി വരും. അങ്ങനെ സഹയോഗം കൊടുക്കുന്നവരാണ് വിശ്വമഹാരാജൻ്റെ അടുത്ത സഹയോഗിയായിട്ട് വരുന്നത്. ഏക് ഹോത്താ ഹെ സാരേ കുൽ കെ സർവീസ് കെ നിമിത്ത് ബനന और दूसरा होता है सिर्फ निमित्त बनना, लेकिन किसी न किसी प्रकार से सर्व के सहयोगी बनना. അപ്പോൾ ഒന്നുണ്ട് മുഴുവൻ കുലത്തിൻ്റെയും സർവീസിന് നിമിത്തമാകുക, മറ്റൊന്നുണ്ട് വെറും നിമിത്തമാകുക. എന്നാൽ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ സർവരുടെയും സഹയോഗിയാകുക. ഏതെങ്കിലും രീതിയിൽ സർവരുടെയും സഹയോഗിയാകുകയാണെങ്കിൽ മാത്രമേ മഹാരാജാവിൻ്റെ സമീപത്തും വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാണ്. ഐസേ ഹി ഫിർ വഹാം ഉൻകെ നസ്ദീക് കെ സഹയോഗി ഹോങ്കെ. അപ്പം അതേപോലെ തന്നെ അവിടെയും വളരെ സമീപമുള്ള സഹയോഗിയായിത്തീരും. തോ അബ് അപ്പനെ ആപ്കോ ദേഖോ. ഇപ്പോൾ ഓരോരുത്തരും അവരവരെ നോക്കൂ എന്ന് ബാബ പറയുകയാണ്. തോ അബ് അപ്പനെ ആപ്കോ ദേഖോ വിശ്വമഹാരാജൻ ബനേഗേന്. അപ്പോൾ ബാബ ചോദിക്കുക, വിശ്വമഹാരാജനാകുമല്ലോ. നമ്പർ വാർ വിശ്വമഹാരാജൻ കോൺസെ ബനത്തെ ഹേ വഹു ഭി ദിൻ പ്രതിദിൻ പ്രത്യക്ഷ ദേഖ്തേ ജായെങ്കി. നമ്പർ അനുസരിച്ച് വിശ്വമഹാരാജൻ ആരൊക്കെയാണ് ആകുന്നത്, അതും ഓരോരോ ദിവസം കഴിയും തോറും പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. ഐസേ നഹി കി അഭി നഹി ബൻ സക്തേ. ഇപ്പോഴങ്ങനെ ആകാൻ കഴിയുകയില്ല വിശ്വമഹാരാജൻ, അങ്ങനെ മനസ്സിലാക്കരുത്. അഭി ഭി ജമ്പ് ദേ സക്തേ. ഇപ്പോഴും ജമ്പ് ചെയ്യാൻ സാധിക്കും. അതായത് പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ അവസ്ഥയെ ഉയർത്തുകയാണെങ്കിൽ വിശ്വമഹാരാജനാകാൻ കഴിയും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. മേക്കപ്പ് കർക്കെ അഭി മേക്കപ്പ് കർനെ കാ അഭി സമയ ഹേ ലേക്കിൻ തോടാ സമയ ഹേ. മേക്കപ്പ് ചെയ്യുന്നതിനുള്ള, അതായത് തൻ്റെ അവസ്ഥയെ ഉയർത്തുന്നതിനുള്ള സമയമുണ്ട്, പക്ഷേ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. സമയ തോടാ ഹേ മേഹനത്ത് വിശേഷ് കർണി പടേങ്കി. സമയം കുറച്ചേ ഉള്ളൂ, പരിശ്രമം വിശേഷിച്ചും ചെയ്യേണ്ടി വരും. കാര്യമായിട്ട് ഗൗരവത്തോടെ പരിശ്രമിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് ബാബ്ദാദ പറയുകയാണ്. ലേക്കിൻ മേക്കപ്പ് കർ സക്തേ ഹോ. പക്ഷേ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും, തൻ്റെ അവസ്ഥയെ ഉയർത്തിയെടുക്കാൻ സാധിക്കും, ആഗ്രഹമുണ്ടെങ്കിൽ. विश्व के महाराजन के संस्कार क्या होंगे? आज बाप दादा विश्व के महाराजन बनाने की पढ़ाई पढ़ाते हैं. അപ്പോൾ വിശ്വത്തിൻ്റെ മഹാരാജൻ്റെ സംസ്കാരം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ഇന്ന് ബാപ്ദാദ വിശ്വത്തിൻ്റെ മഹാരാജൻ ആകുന്നതിനുള്ള പഠിത്തം പഠിപ്പിക്കുകയാണ്. ഉസ്കെ സംസ്കാർ ക്യാ ഹോങ്കെ. അവരുടെ സംസ്കാരം എന്തായിരിക്കും? ജൈസെ ബാപ്പ് സർവ് കെ സ്നേഹി ഔർ സർവ് ഉൻകെ സ്നേഹി. ഏതുപോലെ ബാബ സർവരുടെയും സ്നേഹിയാണ്, സർവരും ബാബയുടെ സ്നേഹിയാണ്. യഹാൻ തോ പ്രാക്ടിക്കൽ മേ ദേഖാന, യഹ് തോ പ്രാക്ടിക്കൽ മേ ദേഖാന. ഇത് പ്രാക്ടിക്കൽ കണ്ടതാണല്ലോ. അതായത് ബാബയോട് എല്ലാവർക്കും എത്ര സ്നേഹമുണ്ടെന്നും ബാബയ്ക്കും എത്ര സ്നേഹം എല്ലാവരോടും ഉണ്ട് എന്നുള്ളതും നിങ്ങൾ പ്രാക്ടിക്കൽ കണ്ട കാര്യമാണല്ലോ എന്ന് ബാബ പറയുകയാണ്. ऐसे एक एक के अंदर से उनके प्रति സ്നേഹ കെ ഫൂൽ ബർസേങ്കെ. അങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് അവരുടെ മേൽ സ്നേഹത്തിൻ്റെ പുഷ്പം വർഷിക്കും. അതായത് ആരാണോ വിശ്വമഹാരാജനാകുന്നത്
ആര് വിശ്വമഹാരാജൻ ആകാൻ പോകുന്നുണ്ടോ അവരുടെ ഇപ്പോഴത്തെ പ്രത്യേകത അല്ലെങ്കിൽ ലക്ഷണം ഇതായിരിക്കും. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും. ജബ് സ്നേഹ കെ ഫൂൽ യഹാം ബർസെങ്കെ തബ് ഇത്തനെ ജഡ ചിത്രോം पर भी ഫൂൽ ബർസെങ്കെ. അപ്പോൾ ഇവിടെ സ്നേഹത്തിൻ്റെ പുഷ്പം എത്രമാത്രം വർഷിക്കുന്നു അത്രയും പിന്നെ ജഡചിത്രങ്ങളുടെ മേലും പുഷ്പം അർപ്പിക്കും. അപ്പോൾ സംഗമയുഗത്തിൽ ചൈതന്യത്തിൽ എത്രമാത്രം സ്നേഹത്തിൻ്റെ പുഷ്പം അർപ്പിക്കുന്നു അതിൻ്റെ ആധാരത്തിലാണ് ജഡചിത്രത്തിൻ്റെ മേലും പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നത് എന്ന് ബാബ പറയുകയാണ്. तो यहाँ भी अपने को देखो कि मुझ आत्मा के ऊपर कितने स्नेह के पुष्पों की वर्षा हो रही है. അപ്പോൾ ഇവിടെയും സ്വയം നോക്കൂ, ആത്മാവാകുന്ന എൻ്റെ മേൽ എത്രമാത്രം സ്നേഹത്തിൻ്റെ പുഷ്പവൃഷ്ടി നടക്കുന്നുണ്ട്. വഹ്ചിപ്പ് നഹി സക്കേംഗെ, അവർക്കൊരിക്കലും മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല. ജിത്തനെ സ്നേഹ കെ പുഷ്പ് ഉത്തനെ ദ്വാവർ മേ പൂജ കെ പുഷ്പ് ചടേങ്കി. ഇവിടെ എത്രമാത്രം സ്നേഹത്തിൻ്റെ പുഷ്പം അത്രയും ദ്വാപരയുഗത്തിൽ പൂജ കെ പുഷ്പ് ചടേങ്കി, പൂജയ്ക്ക് വേണ്ടിയുള്ള പുഷ്പം അർപ്പിക്കും. അപ്പോൾ ബാബ നമുക്ക് കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ടോ അത്രയും നമ്മളവിടെ വിശ്വത്തിൻ്റെ അധികാരിയായിത്തീരും. അതേപോലെ തന്നെ വിശ്വമഹാരാജനാകുന്ന ആത്മാവിനോട് ഇവിടെ എല്ലാവർക്കും വളരെയധികം സ്നേഹം ഉണ്ടാവും. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും സ്നേഹത്തിൻ്റെ പുഷ്പവൃഷ്ടി അവരുടെ മേലുണ്ടാവും. അത് സംഗമത്തിൽ എത്രമാത്രം പുഷ്പവൃഷ്ടി നടത്തുന്നു അതിനനുസരിച്ച് ദ്വാപരയുഗം മുതൽ ഭക്തി ആരംഭിക്കുമ്പോഴും അവിടെ ജഡചിത്രത്തിൻ്റെ മേലും അത്രമാത്രം പുഷ്പത്തിൻ്റെ അഭിഷേകം അഥവാ വൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കും. कहाँ कहाँ कोई पुष्प चढ़ाने लिए कभी कभी जाते हैं और कहाँ तो हर रोज़ और बहुत पुष्पों की वर्षा होती है. അപ്പോൾ ചിലയിടത്തൊക്കെ പുഷ്പം അർപ്പിക്കുന്നതിന് വേണ്ടി വല്ലപ്പോഴുമൊക്കെ പോവുകയുള്ളൂ. ചില ഭാഗത്തൊക്കെ ദിവസവും വളരെയധികം പുഷ്പങ്ങളുടെ വൃഷ്ടി നടത്താറുണ്ട്. മാലും ഹേ, അതറിയാമോ എന്ന് ബാബ എടുത്ത് ചോദിക്കുകയാണ്. അതായത് ചില ക്ഷേത്രങ്ങളിൽ പുഷ്പം അർപ്പിക്കുന്നതിന് വേണ്ടി വല്ലപ്പോഴുമൊക്കെ പോകാറുള്ളൂ. ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ ദിവസവും വളരെയധികം പുഷ്പം അർപ്പിക്കാറുണ്ട്. ഇസ്കാ കാരൺ ക്യാ ഹേ, അതിൻ്റെ കാരണം എന്താണ്? तो यही लक्ष्य रखो कि सर्व के स्नेह के पुष्प पात्र बने. അതുകൊണ്ട് ലക്ഷ്യം ഇതായിരിക്കണം വെക്കേണ്ടത്, സർവരുടെയും സ്നേഹത്തിൻ്റെ പുഷ്പത്തിൻ്റെ പാത്രമാകുക. ലക്ഷ്യം ഇതായിരിക്കണം കുട്ടികൾ വെക്കേണ്ടത്, സർവരുടെയും സ്നേഹത്തിൻ്റെ പുഷ്പത്തിൻ്റെ പാത്രമായി തീരണം. സ്നേഹ കൈസേ മിൽത്താ ഹെ, സ്നേഹം എങ്ങനെയാണ് കിട്ടുന്നത്? ഏക് ഏക് കോ അപ്പന സഹयोग देंगे तो सहयोग मिलेगा. അപ്പോൾ ഓരോരുത്തർക്കും തൻ്റെ സഹയോഗം കൊടുക്കുകയാണെങ്കിൽ സഹയോഗം കിട്ടും. അവർ ജിത്തനോ കെ യഹ സഹയോഗി ബനേങ്കെ ഉത്തനോ കെ സ്നേഹ കെ പാത്ര ബനേങ്കെ. ഇവിടെ എത്ര പേരുടെ സഹയോഗിയാകുന്നു അത്രയും സ്നേഹത്തിൻ്റെ പാത്രമായി തീരും. അവർ ഐസേ ഹി ഫിർ വിശ്വക്കെ മഹാരാജൻ ബനേങ്കെ, പിന്നെ അങ്ങനെ തന്നെ വിശ്വത്തിൻ്റെ മഹാരാജാവാകും. ഇസിലിയെ ലക്ഷ്യ ബഡാ രഖോ, അതുകൊണ്ട് എപ്പോഴും ലക്ഷ്യം ഉയർന്നത് തന്നെ വയ്ക്കണം. അതായത് വിശ്വത്തിൻ്റെ മഹാരാജാവ് എനിക്കാകാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാതെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം, പുരുഷാർത്ഥം ചെയ്യണം എന്ന് ബാബ പറയുകയാണ്. എത്രമാത്രം നമ്മളിവിടെ സഹയോഗം കൊടുക്കുന്നുണ്ടോ അത്രയും നമുക്ക് സഹയോഗം കിട്ടും. എത്രമാത്രം സഹയോഗിയാകുന്നു അത്രയും നമ്മൾ സ്നേഹത്തിൻ്റെ പാത്രമാകും. അതിനനുസരിച്ച് തന്നെ നമ്മൾ വിശ്വത്തിൻ്റെ മഹാരാജനുമായി തീരും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ആജ് ഏക് ഭക്തി മാർഗ കാ ചിത്ര യാദ് ആ രഹാ ഹെ. ഇന്ന് ഒരു ചിത്രം ഭക്തി മാർഗത്തിൻ്റേത് ബാബയ്ക്ക് ഓർമ്മ വരികയാണ്. ആജ് ദേഖ് ഭി രഹേ ഥേ തോ മുസ്കുരാ ഭി രഹേ ഥേ. ആ ചിത്രം ബാബ കാണുന്നുണ്ടായിരുന്നു, അതോടൊപ്പം പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ദേഖ് രഹേ ഥേ അങ്കുലി ദേനെ വാലേ തോ ഹേന. ആ ബാബ കാണുകയായിരുന്നു, നോക്കുകയായിരുന്നു, വിരൽ കൊടുക്കുന്നവരാണല്ലോ. അങ്കുലി ദീ ഭി ഹേ യാ ദേനി ഹേ, വിരൽ കൊടുത്തു കഴിഞ്ഞോ അതോ ഇനി കൊടുക്കണോ? കഹാൻ തക് അങ്കുലി പहुंची ഹേ, വിരൽ എവിടം വരെ എത്തി? അഗർ അങ്കുലി ദേനി ഹേ തോ ഇസ്കാ മതലബ് ഹേ
जहाँ तक अंगुली पहुंची है वहाँ तक नहीं दी है. അപ്പം ബാബ പറയുകയാണ്, വിരലിനി കൊടുക്കണം, അതായത് സഹയോഗം കൊടുക്കണം എന്നാണ് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടം വരെ വിരലെത്തണോ അവിടെ വരെ എത്തിയിട്ടില്ല, അതിന് വരെ സഹയോഗം കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പഹാഡ് ഉഠാ നഹി ഹേ ക്യൂ, പർവ്വതം ഉയർത്തിയിട്ടില്ലല്ലോ. അതായത് വിരൽ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ, ഗോവർദ്ധന പർവ്വതം പൊക്കുന്നതിൻ്റെ ആ ഒരു ചിത്രം ഭക്തി മാർഗത്തിൻ്റെതുണ്ട്. അപ്പോൾ ബാബ പറയുകയാണ്, ഓരോ വിരൽ കുട്ടികൾ സഹയോഗം കൊടുക്കുന്നതിൻ്റെയാണ് ആ ചിത്രം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഓരോ വിരൽ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തു, പക്ഷേ പർവ്വതം ഉയർന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? ഇത്തന ഭാരി ഹേക്ക, ബാബ ചോദിക്കും, ഇത്രയും ഭാരമുള്ളതാണോ, അതെന്താ പൊങ്ങാത്തത്? ഇത്തനോങ്കി അങ്കുലി മിൽ ഗയി ഹേ ഫിർ ഭി പഹാഡ് ക്യോ നഹി ഉടുത്ത. ബാബയുടെ ഇത്രയും മക്കളുടെ വിരൽ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഈ പർവ്വതം ഉയരാത്തത്? കൽപ്പ് പഹലേ കാ ജോ യാദ്ഗാർ ഹേ വഹ് സഫൽ തബ് ഹുവാ ഹേ ജബ് സബീ കാ സംഘടിത രൂപമേ ബൽ മിലാ ഹേ. അപ്പോൾ കഴിഞ്ഞ കൽപ്പത്തെ സ്മരണ ഏതാണോ ഉള്ളത് അത് അപ്പോഴാണ് സഫലമായത്, എപ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൈ ഉയർത്തിയത്, അപ്പോഴാണ് പർവ്വതം പൊങ്ങിയത്. അങ്ങനെയാണ് ശക്തി വരുന്നത്, അതാണ് സ്മരണാരൂപത്തിൽ കാണിക്കുന്നത്. അപ്പം ബാബു പറയാണ്, നമ്മുടെ തന്നെ സ്മരണയായിട്ട് കാണിക്കുന്ന ഗോവർദ്ധന പർവ്വതം അപ്പോഴാണ് പൊങ്ങിയത്, അപ്പോഴാണ് ഉയർന്നത്, എപ്പോഴാണോ എല്ലാവരും ഒരേപോലെ ബലം കൊടുത്തത്, അതായത് ഒരേപോലെ സങ്കല്പിച്ചത്, അപ്പോഴാണ് ആ പർവ്വതം ഉയർന്നത്. അപ്പോൾ വിജയം ഒരുമയ്ക്കാണുള്ളത്, ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നതിലാണ്, ഒരേ സങ്കല്പത്തിൽ എല്ലാവരും വരുമ്പോഴാണ് അതിൻ്റെ വിജയം ഉണ്ടാകുന്നത്. അതാണ് കഴിഞ്ഞ കൽപ്പത്തിലെ സ്മരണയായി കാണിക്കുന്നത്. ഇസിലിയെ തോട ഉടുത്താ ഹേ ഫിർ ബൈറ്റ് ജാത്ത ഹേ. അപ്പോൾ സങ്കല്പം, അതായത് ഒരു വിരൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങും, പിന്നെ അതേപോലെ തന്നെ അങ്ങിരിക്കും. ഹരേ കപ്പനി അപ്പനി അങ്കുലി ലഗാരഹേ ഹേ പരന്തു അബ് ആവശ്യകത ഹേ സംഘടിത രൂപമേ. ഓരോരുത്തരും അവരവരുടെ വിരൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ ആവശ്യം ഒരുമയോടുകൂടിയുള്ള സപ്പോർട്ടാണ്. ഒരേപോലെ ഒരേ സമയത്ത് എല്ലാവരും ഒരുമിച്ച് സങ്കല്പം ചെയ്യുക, അതാണ് ഈ സമയത്ത് ആവശ്യം. സ്വയം കി അങ്കുലി ദീ ഹേ ലേക്കിൻ അബ് സംഘടൻ മേ ശക്തി തബ് ഭരേങ്കി ജബ് വഹ് ബൽ ആയേഗ. സ്വയം തൻ്റെ വിരൽ കൊടുത്തു, എന്നാൽ സംഘടനയിൽ ശക്തി അപ്പോഴേ നിറയുള്ളൂ എപ്പോഴാണോ ആ ബലം വരുന്നത്. സംഘടിത രൂപത്തിൽ ബലം വരുമ്പോഴാണ് ശക്തി നിറയുന്നത്. അബ് ശക്തിദൾ കി പ്രത്യക്ഷത ഹോനി ഹേ, ഇപ്പോൾ ശക്തിദളത്തിൻ്റെ പ്രത്യക്ഷത വരേണ്ടതാണ്. സബി ഫൂൽ തോ ബനെ ഹേ ലേക്കിൻ അബ് ഗുൽദസ്തേ മേ സംഘടിത രൂപമേ ആനാ ഹേ. ഇപ്പോൾ എല്ലാവരും പുഷ്പങ്ങളായി, എന്നാൽ പൂച്ചെണ്ടിൽ സംഘടിത രൂപത്തിൽ ഒരുമിച്ച് വരണം. സബി ഭൂൽ തോ ബനെ ഹേ ലേക്കിൻ അബ് ഗുൽദസ്തേ മേ സംഘടിത രൂപമേ ആനാ ഹേ. എല്ലാവരും പുഷ്പങ്ങളായി, എന്നാൽ ഇപ്പോൾ പൂച്ചെണ്ടിൽ സംഘടിത രൂപത്തിൽ വരണം. അഭി കോയി പുഷ്പ് കഹാം കഹാം അപ്പനി രംഗത്ത് ദിഖാ രഹേ ഹേ, കോയി അപ്പനി ഖുശ്ബു ദേ രഹാ ഹേ, കോയി അപ്പന രൂപ് ദിഖാ രഹാ ഹേ. ഇപ്പോൾ ചില പുഷ്പം ചില ഭാഗത്ത് തൻ്റെ നിറം കാണിച്ചുകൊണ്ടിരിക്കുന്നു, ചില പുഷ്പം തൻ്റെ സുഗന്ധം തന്നുകൊണ്ടിരിക്കുന്നു, ചിലർ തൻ്റെ രൂപം കാണിച്ചുകൊണ്ടിരിക്കുന്നു. लेकिन रूप रंग खुशबू जब सब प्रकार के गुलदस्ते के रूप में आ जाएंगे तब दुनिया के आगे प्रत्यक्ष होंगे. എന്നാൽ രൂപവും നിറവും സുഗന്ധവും എല്ലാ പ്രകാരത്തിലുള്ള പൂച്ചെണ്ടിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാകും. അപ്പോൾ ബാബ പറയാണ്, ഒരു പൂച്ചെണ്ടിൽ എല്ലാ പ്രകാരത്തിലുള്ള പുഷ്പവും കൂടി ഒരുമിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യക്ഷതയുണ്ടാകുന്നത്, അതിൻ്റെ ഭംഗി വരികയുള്ളൂ. ഇപ്പോൾ ഓരോരോ പുഷ്പം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട് തൻ്റെ നിറവും സുഗന്ധവും രൂപവും കാണിക്കുകയാണ്. അപ്പോൾ അതൊരുമിച്ച് ഒരു പൂച്ചെണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യക്ഷത ലോകത്തിൻ്റെ മുന്നിൽ വരും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. अब ऐसा प्लान बनाओ जो संगठित रूप में कोई नवीनത दुनिया के आगे दिखाओ. ഇപ്പോഴങ്ങനെയുള്ള പ്ലാൻ ഉണ്ടാക്കൂ, സംഘടിത രൂപത്തിൽ ഏതെങ്കിലും നവീനത ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കൂ. एक एक अलग होने के कारण मेहनत भी ज़्यादा करनी पड़ती है. ഓരോരുത്തരും വേറെ വേറെ ആയത് കാരണം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുന്നു.
लेकिन संगठन में मेहनत कम സഫലത ജാസ്തി होंगी. എന്നാൽ സംഘടനയിൽ പരിശ്രമം കുറവും വിജയം കൂടുതലും ഉണ്ടാവും. അപ്പം ബാബു പറയുകയാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് പരിശ്രമം കൂടുതലും റിസൾട്ട് കുറവുമാണ്. ഒരുമയോടെ നിൽക്കുകയാണെങ്കിൽ പരിശ്രമം കുറവും വിജയം കൂടുതലും ഉണ്ടാവും. ജബ് സംഗമയുഗ് के संगठन को सफल बनाएंगे तब സർവീസ് की സഫലത होगी. എപ്പോഴാണോ സംഗമയുഗത്തിലെ സംഘടനയെ സഫലമാക്കുന്നത് അപ്പോഴേ സേവനത്തിൻ്റെ വിജയം ഉണ്ടാകുകയുള്ളൂ. യോഗ്യതായി സബീ ഹേ ലേക്കിൻ യോജന തക് രഹ് ജാത്തി ഹേ. ബാബു പറയുന്ന എല്ലാ യോഗ്യതകളും കുട്ടികൾക്കുണ്ട്, എന്നാൽ അത് യോജന വരെ നിൽക്കുകയാണ്. പ്ലാനുകളെ ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ അത് പ്രാക്ടിക്കലേക്ക് വരുന്നില്ല എന്ന് പറയുകയാണ്. अब अपनी योग्यताओं से औरों को भी बाप के समीप लाने योग्य बनाओ. ഇപ്പോൾ തൻ്റെ യോഗ്യതയിലൂടെ മറ്റുള്ളവരെയും ബാബയുടെ സമീപത്ത് കൊണ്ടുവരുന്നതിന് യോഗ്യരാക്കൂ. മറ്റുള്ളവരെയും കൂടി യോഗ്യരാക്കൂ ബാബയുടെ സമീപം കൊണ്ടുവരുന്നതിന്. അതാണ് ബാബ ആവശ്യപ്പെടുന്നത്. യഹ് ജോ ഗ്രൂപ്പ് ഹേ യഹ് ഹേ ആത്മാവും കെ സംബന്ധ് ജുഡാനെ കി നീവ് ഡാൽനെ വാല. ബാബയുടെ മുന്നിലിരിക്കുന്ന ആ ഗ്രൂപ്പിനെക്കുറിച്ച് ബാബ പറയുകയാണ്, ഇവർ ഈ ആത്മാക്കൾ മറ്റുള്ള ആത്മാക്കളുടെ ബന്ധം ബാബയുമായിട്ട് യോജിപ്പിക്കുന്നതിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നവരാണ്. ജൈസെ നീവ് ഡാലേങ്കെ വൈസേ ഹി ഉനോങ്കെ ആകെ ജീവൻ ബനേങ്കെ. ഏതുപോലെ അടിസ്ഥാനമിടുന്നു അതിനനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതം. സബീ ബാത്തോമേ ജിത്തന ഖുദ് മസ്ബൂത്ത് ഹോങ്കെ ഉത്തന അനേകോം കി നീവ് മസ്ബൂത്ത് ഡാൽ സക്കേങ്കെ. എല്ലാ കാര്യങ്ങളിലും എത്രമാത്രം സ്വയം ശക്തമാകുന്നു അത്രയും അനേകം പേരുടെ അടിസ്ഥാനത്തെ ശക്തമാക്കിയിടാൻ കഴിയും. ബാബുഭരണ എത്രമാത്രം സ്വയം ശക്തിയാകുന്നു അത്രയും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ശക്തമാക്കാൻ കഴിയും. ജിത്തനി അപ്പനെ മേ സർവ ക്വാളിഫിക്കേഷൻസ് ഹോങ്കി ഐസേ ഹി ക്വാളിറ്റി ആയെങ്കിൽ. എത്രമാത്രം തന്നിൽ സർവ ക്വാളിഫിക്കേഷൻ വരുന്നു അതിനനുസരിച്ച് ക്വാളിറ്റി വന്നുകൊണ്ടേയിരിക്കും. അഗർ അപ്പനെ മേ ക്വാളിഫിക്കേഷൻ കം ഹേ തോ ക്വാളിറ്റി ഭി കം ആയെങ്കിൽ. അപ്പോൾ തന്നിൽ ആ ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിൽ വിശേഷത അല്ലെങ്കിൽ കഴിവുകളും കുറവേ വരികയുള്ളൂ. ഇസിലിയെ ഐസേ സംജോ കി ഹം സഭി നീവ് ഡാൽനെ വാലേ ഹേ. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും അടിസ്ഥാനമിടുന്നവരാണ്. അപ്പനെ ക്വാളിഫിക്കേഷൻസ് ഹി ക്വാളിറ്റി ആയെങ്കിൽ. തൻ്റെ ക്വാളിഫിക്കേഷനിലൂടെയാണ് ക്വാളിറ്റി വരുന്നത്. ആപ് സമാൻ തബ് ബനാ സക്കേങ്കെ ജബ് ബാപ്ദാദാ കെ ഗുണോ കി സമാനത അപ്പനെ മേലായെങ്കിൽ. തനിക്ക് സമാനം അപ്പോഴേ ആക്കാൻ കഴിയുകയുള്ളൂ എപ്പോൾ ബാപ്ദാദയുടെ ഗുണങ്ങളുടെ സമാനത തന്നിൽ കൊണ്ടുവരുന്നു. ബാബയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണോ ഉള്ളത് അത് സ്വയം തന്നിൽ കൊണ്ടുവരുമ്പോഴാണ് തനിക്ക് സമാനം ആയി എന്ന് പറയാൻ, അല്ലെങ്കിൽ തനിക്ക് സമാനം ആക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളിൽ വളരെയധികം ക്വാളിഫിക്കേഷൻസ് വരണം, അത്രയും തന്നെ നമ്മളിൽ ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിക്കനുസരിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമിടാൻ സാധിക്കും. എത്ര ആത്മാക്കളുടെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ അടിസ്ഥാനമിടുന്നു അതിനനുസരിച്ച് നമ്മുടെയും ഭാവിയുടെ ഉയർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ബാപ്ദാദയുടെ ഗുണങ്ങളുടെ സമാനത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാം എന്നുള്ള സങ്കല്പത്തോടെ 69 മുരളി ഇവിടെ സമാപിക്കുകയാണ്. ഓം ശാന്തി.